ഹേ ഹലോ, എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളൊരു ഈവനിങ് ഔട്ടിന് പോവുകയാണ് കേട്ടോ. സോ എല്ലാവരും റെഡിയായി, വീടൊക്കെ പൂട്ടി. ഗേറ്റ് അടയ്ക്കുന്നതും തുറക്കുന്നതും ഞാൻ തന്നെയാണ് കേട്ടോ. സോ നമ്മൾ ഗേറ്റൊക്കെ അടയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വീടിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലി ഉണ്ട് കൂടെ, അച്ഛൻ, അമ്മ, പിന്നെ ദേവിക, ഞാൻ, പിന്നെ നമ്മളുടെ മക്കളും. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിലൊക്കെ കയറി. എവിടേക്കാണ് പോകണമെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ജസ്റ്റ് കാറിൽ കയറി ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ പോയപ്പം നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു, മുച്ചേരി എന്നൊക്കെ പറഞ്ഞ്, മുച്ചേരി മല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പാലക്കാടിലൊരു നല്ലൊരു വൈബുള്ള പ്ലേസാണ്, കാടും മലകളും ഒക്കെ ഉള്ള പ്ലേസാണ്. പക്ഷേ ആർക്കും അത്ര അറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ കുരങ്ങന്മാരെയൊക്കെ, നിറയെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. കുരങ്ങന്മാരെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോയിലാണ് കാറ് എടുത്തിട്ട് പോയത് കേട്ടോ. മരത്തിൻ്റെ മേലിലൊക്കെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അവർ കൂട്ടത്തോടു കൂടി അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാടാണ് ഇതെന്ന് പറയുന്നത്. കാറിലായതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയില്ല, അതുകൊണ്ട് തന്നെ. സോ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് അതേ വഴിയിൽ യൂ ടേൺ എടുത്ത് റിട്ടേൺ വരികയാണ് ചെയ്തത്. അധികം അങ്ങോട്ട് പോയില്ല, നമ്മൾ കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ. ചെറിയ വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പം ജസ്റ്റ് കാട്ടാന, പന്നി, പിന്നെ കുരങ്ങൻ, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്, പാമ്പൊക്കെ നിറയെ ഉള്ള സ്ഥലമാണ്. സോ അങ്ങനെ കുറച്ച് ഐറ്റംസ് കേട്ടോ. അല്ലാതെ അത്ര വലിയ സിംഹവും പുലിയും ഒന്നൊന്നും പറയുന്നില്ല. സോ നമ്മൾ നല്ല രസമാണ്. കാട്, റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളൊക്കെ ചാഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ്. സോ പിന്നെ നല്ല ചൂടാണല്ലോ ഈ പാലക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം നല്ല ചൂടായിരുന്നു പുറത്ത്. കാറിൽ AC ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് പിടിച്ച് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ കണ്ടോ, നല്ല പ്ലേസാണ്. ഈ കാണുന്ന പ്ലേസൊക്കെ നല്ല രസമുള്ള പ്ലേസാണ്. പിന്നെ നമ്മൾ കാളൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഇറങ്ങി. ദേ അച്ഛൻ പോയി കാളൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നു ഒരു മുട്ട ബജിയൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ മുട്ട ബജിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാനും ദേവിക്കും കൂടെ പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ മുട്ട ബജിയും പിന്നെ വാഴയ്ക്ക ബജിയും പിന്നെ പരിപ്പ് വടയാണ് കഴിക്കാനായിട്ട് മേടിച്ചത്. നമ്മൾ അവിടെ ഇരുന്ന് കൗണ്ട് ചെയ്യുക, പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് അവിടെ ഇരുന്ന് കൗണ്ട് ചെയ്യുകയാണ്. അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ മുട്ട ബജിയും ഒക്കെ കാറിൽ തന്നെ ഇരുന്ന് കഴിക്കാനാണ് വാങ്ങിച്ചത്. സോ ഏകദേശം ഒരു 5 മുട്ട ബജിയും ഒരു 2 വാഴയ്ക്കാപ്പവും ഒക്കെയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് TV ഇട്ടതാട്ടോ. ഇതിൽ വന്നപ്പോഴത്തേക്കും പൂച്ചതേ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഓടിപ്പോകുന്നു. നമ്മൾ ഇപ്പുറത്തെ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലത്തെ ജനലിൽ കൂടെ അത് ചാടിപ്പോയി. എന്തൊരു ധൈര്യമാണ് നോക്കിയതിന്. വയ്യ. ഞാൻ അവർ ലേറ്റ് ഇടുമ്പോഴത്തേക്ക് അത് പോയിട്ടോ. അപ്പോൾ നമ്മൾ കാളൻ കഴിക്കാനുള്ള ടൈമാണ്. അങ്ങനെ കാളനൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ.